അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് വെള്ളിയാഴ്ച രാവ്. ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനായി ദിക്റുകളും സ്വലാത്തുകളും നേർച്ചയാക്കി ചൊല്ലുന്നവരുമാണ്. ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഹാസിലാക്കി തരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വെള്ളിയാഴ്ച രാവും പകലും വളരെയധികം ശ്രേഷ്ഠതകളുള്ളതാണ്. അത് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളും ദിവസങ്ങളും അടങ്ങിയതാണ് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവും പകലും. വളരെ ഉപകാരപ്രദമായ ഒരു ആത്മീയ ഒറ്റമൂലിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 1000 ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം പറഞ്ഞു തന്ന ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബിൽ ഈ നിസ്കാരത്തെക്കുറിച്ചും ഇതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളതായി മറ്റ് കിതാബുകളിൽ കാണാം. ഈ നിസ്കാരം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും നിസ്കരിക്കാൻ സാധിക്കുന്നതാണ്. നിസ്കരിക്കേണ്ട സമയം പറഞ്ഞു തരാം. വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴം രാത്രി പാതിരാ സമയത്താണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത്. പാതിരാ സമയം എന്നത് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയമായിട്ട് പണ്ഡിതന്മാർ കണക്കാക്കുന്നു. ഈ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് വേണം നിസ്കരിക്കേണ്ടത്. എന്താണോ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം, അത് നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ആദ്യ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തുൽ കാഫിറൂന 10 പ്രാവശ്യവും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണയും ഓതുക. ശേഷം 2 റക്അത്ത് നിസ്കാരം പൂർത്തീകരിക്കുക. സലാം വീട്ടിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സലാം വീട്ടിയതിന് ശേഷം വീണ്ടും ഒരു ഒറ്റ സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് മുത്തുനബിയുടെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്ന 10 സ്വലാത്ത് ചൊല്ലുക. ശേഷം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ദുആയും 10 തവണ ചൊല്ലുക. ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എന്തു തന്നെ ആവട്ടെ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. മഹാന്മാരൊക്കെ ഈ നിസ്കാരം നിർവഹിച്ചതായി കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിന്നും അല്ലാഹു തആല നീക്കി ദൂരത്താക്കി തരട്ടെ. ആമീൻ. നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ചെയ്യുന്ന ഓരോ അമലും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.